ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശിവപുരാണത്തിലെ ഒരു കഥയാണ്. ഗണപതി ഗജമുഖനായ കഥ. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. അവസാനം വരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ ഈ കഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കഥയിലേക്ക് നമുക്ക് കടക്കാം. പാർവതി പരമേശ്വരന്മാർ കൈലാസ ശൃംഖത്തിൽ സുഖമായി വസിച്ചു കഴിയുന്ന കാലത്ത് ഒരിക്കൽ മഹേശ്വരന് ഒരു ആഗ്രഹം തോന്നുന്നു. അപ്പോൾ ഭഗവാൻ ഭഗവതിയോട് ഇങ്ങനെ പറയുന്നു: പ്രിയേ, എനിക്കൊരാഗ്രഹം തോന്നുന്നു. ഭർത്താവിൻ്റെ വാക്കുകേട്ട പാർവതി ചോദിക്കുകയാണ്: എന്താണ് പ്രഭോ, അവിടുന്ന് കൽപ്പിച്ചാലും. ഭഗവാൻ പറയുകയാണ്: ഈ പ്രപഞ്ചത്തിൽ അനേകം ജീവജാലങ്ങൾ ഉണ്ടല്ലോ. അവയോരോന്നും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ? അതൊന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹം. അപ്പോൾ ദേവി ഇങ്ങനെ ചോദിച്ചു: പ്രഭോ, നാം ഈ രൂപത്തിൽ എങ്ങനെയാണ് ഭൂമിയിൽ എത്തുക? അപ്പോൾ ഭഗവാൻ പറയുകയാണ്: വഴിയുണ്ട് ദേവി. നാം അവയുടെ രൂപത്തിൽ ഭൗതിക രൂപം ധരിക്കണം. പരമേശ്വരൻ്റെ വാക്കുകേട്ട പാർവതി ഇങ്ങനെ പറഞ്ഞു: ഭഗവാന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. അങ്ങനെ പാർവതി പരമേശ്വരന്മാർ ഭൂമിയിലെത്തുന്നു. അവർ സ്വന്തം രൂപം വെടിഞ്ഞ് ആനയുടെ രൂപം ധരിച്ച് ആ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. ആനയുടെ രൂപമാണല്ലോ, അതുകൊണ്ട് തന്നെ മണ്ണ് തങ്ങളുടെ ശരീരത്തിലേക്ക് വാരി എറിഞ്ഞും അതുപോലെ കാട്ടിലെ പഴങ്ങളും കറ്റകളും ഒക്കെ കഴിച്ചും അങ്ങനെ കളിയാടി കാലം കഴിക്കുന്നു. മാസങ്ങൾ പലതു കഴിഞ്ഞു. അപ്പോഴേക്കും മഹാദേവി ഗർഭിണിയായി. താൻ പ്രസവിക്കുന്ന കുഞ്ഞിന് ആനയുടെ രൂപമായിരിക്കുമോ എന്ന് ദേവി ഭയക്കുന്നു. താൻ ഗർഭിണിയാണ് എന്ന വിവരം ഭഗവാനെ ദേവി അറിയിക്കുന്നു. ഭഗവാൻ മഹാദേവിയെ സമാധാനിപ്പിച്ചു. പ്രസവിക്കുന്നതുവരെ ദേവിക്ക് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. കാരണം ആന ദമ്പതികളായി വിഹരിച്ച തങ്ങൾക്കു ജനിക്കുന്ന കുട്ടിയും അത്തരത്തിലായി പോയാലോ എന്നോർത്ത് മഹാദേവി വിഷമിച്ചു. കാര്യം മനസ്സിലാക്കിയ മഹേശ്വരൻ ഇങ്ങനെ പറഞ്ഞു: ദേവി, സമാധാനമായിരിക്കൂ. അവൻ ദേവിയുടെ വയറ്റിൽ വളരട്ടെ. മാസം തികയുമ്പോൾ ദേവി അവനെ പ്രസവിക്കും. ലോകം മുഴുവനും അവനെ നിത്യവും ആരാധിക്കാൻ ഇടവരികയും ചെയ്യും. അവനെ കൂടാതെ നടത്തുന്ന ഒരു കാര്യവും മംഗളമായി ഭവിക്കുകയില്ല. ഇങ്ങനെ ഭഗവാൻ മഹാദേവിയോട് പറയുകയാണ്. അത് കേട്ടപ്പോൾ ദേവിക്ക് വളരെയധികം സന്തോഷമായി. 10 മാസം തികഞ്ഞപ്പോൾ പാർവതി ദേവി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. മഹാദേവൻ ആ കുഞ്ഞിന് ഗണപതി എന്ന് പേരിട്ടു. സുന്ദര കളേബരനും അല്പം കുടവയറുമുള്ള ആ കുഞ്ഞിനെ കണ്ട് ദേവി അതീവ സന്തുഷ്ടയായി. ആ പൊന്നോമനയുടെ ജനനമറിഞ്ഞ് ദേവന്മാർ കാഴ്ചദ്രവ്യങ്ങളുമായെത്തി. അവനെ കണ്ടു വന്നിച്ച് എല്ലാവരും കുട്ടിയെ അനുഗ്രഹിച്ചു. അങ്ങനെ ഗണപതി കൈലാസത്തിൽ സന്തോഷത്തോടുകൂടി വളർന്നു വന്നു. മഹാശക്തനും കൂർമ്മബുദ്ധിയുമുള്ളവനുമായിരുന്നു ഗണപതി. അവനെ ഏൽപ്പിക്കുന്ന ഏതു കാര്യവും കൃത്യനിഷ്ഠയോടെ ചെയ്യണമെന്ന താല്പര്യക്കാരനുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം ശ്രീപാർവതി കുളിക്കുവാൻ പുറപ്പെടുമ്പോൾ ഗണപതിയെ വിളിച്ചു പുറത്തു കാവലിരുത്തിയ ശേഷം ആര് വന്നാലും അകത്തേക്ക് കടത്തി വിടരുത് എന്ന് താക്കീത് നൽകുന്നു. ഗണപതി അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. ദേവി കുളിക്കുവാൻ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ
ഭഗവാൻ ശ്രീ പരമേശ്വരൻ അവിടെ എത്തുന്നു. അകത്തേക്ക് കടക്കുവാൻ ശ്രമിക്കുമ്പോൾ ഗണപതി ഓടിച്ചെന്ന് തടഞ്ഞു. ശിവന് കാര്യം മനസ്സിലായില്ല. ഗണപതിയെ തട്ടിമാറ്റിക്കൊണ്ട് വീണ്ടും അകത്തേക്ക് കടക്കുവാൻ ശ്രമിച്ച പിതാവിനെ തടഞ്ഞു നിർത്തിയിട്ട് ഗണപതി ഇങ്ങനെ പറഞ്ഞു: പിതാശ്രീ, മാതാവ് എന്നെ കാവലിരുത്തിയിട്ട് അകത്ത് കുളിക്കുകയാണ്. ആരെയും അകത്തേക്ക് കടത്തി വിടരുതെന്ന് മാതാശ്രീ പറഞ്ഞിട്ടുണ്ട്. എന്നിലുള്ള വിശ്വാസത്തോടെ ഉറച്ച മനസ്സുമായി സ്നാനാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന മാതാവിൻ്റെ അടുത്തേക്ക് പിതാവായാലും ശരി മുന്നറിയിപ്പില്ലാതെ കടക്കുന്നത് മൂലം അമ്മ ഭയക്കും. അതുകൊണ്ട് ഇപ്പോൾ അകത്തേക്ക് പോകുവാൻ കഴിയില്ല. മഹാദേവന് ഇത് കേട്ടപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭഗവാൻ പറഞ്ഞു: നീ എന്താ പറഞ്ഞത്? അകത്തേക്ക് കടത്തിവിടില്ലെന്നോ? പാർവതിയെ കാണുവാൻ എനിക്കാരുടെയും അനുവാദം ആവശ്യമില്ല. ഞാൻ അകത്തു ചെന്നു എന്നു കരുതി ശ്രീ പാർവതി നിന്നെ കുറ്റപ്പെടുത്തുകയുമില്ല. ആരെയും അകത്തേക്ക് കടത്തിവിടരുത് എന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചല്ല, അന്യരെ ഉദ്ദേശിച്ചാണ്. അതിനാൽ നീ വഴിയിൽ നിന്നും മാറി നിൽക്കുക. ഗണപതി പറഞ്ഞു: പിതാവായാലും ശരി, ഞാൻ പറഞ്ഞത് ന്യായമാണെങ്കിൽ അത് അനുസരിച്ചേ തീരൂ. ആരും അകത്തു കടക്കാതിരിക്കുന്നതിനാണ് എന്നെ അമ്മ കാവൽ നിർത്തിയിരിക്കുന്നത്. അതിനാൽ എന്തായാലും പിതാവിനെ ഞാൻ അകത്തേക്ക് കടത്തിവിടില്ല. മകന്റെ വീറോടെയുള്ള വാദം കേട്ട് മഹേശ്വരന് കോപമുണ്ടായി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുവന്നു, ചുണ്ടുകൾ വിറച്ചു. ആ കണ്ഠത്തിൽ നിന്നും കോപാകുലമായ വാക്കുകൾ പുറത്തു വന്നു: ധിക്കാരി, നിനക്ക് ഇത്രയും അഹങ്കാരമോ? വെറും ബാലനായ നീ സ്വന്തം പിതാവിനെ ധിക്കരിക്കുകയോ? അപ്പോൾ നീ വളർന്നാലുള്ള സ്ഥിതി എന്താകും? എന്നെ കൊല്ലാനും നീ മടിക്കുകയില്ലല്ലോ. അങ്ങനെയുള്ളൊരു മകൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രുദ്രൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ഗണപതിയുടെ ശരീരത്തിൽ വെട്ടി. തൽക്ഷണം തല ശരീരത്തിൽ നിന്നും വേർപെട്ട് ഗണപതി അവിടെ മരിച്ചു വീഴുന്നു. അപ്പോഴേക്കും ശ്രീ പാർവതി കുളി കഴിഞ്ഞ് മടങ്ങിയെത്തിയിരുന്നു. ചോരയൊലിച്ച് തല വേർപെട്ട് കിടക്കുന്ന തൻ്റെ ഓമനപുത്രൻ്റെ ചേതനയറ്റ ജഡം കണ്ട് പാർവതി നിലവിളിച്ചു. ദേവി അവൻ്റെ ശരീരം കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് തൻ്റെ സമീപത്തു നിൽക്കുന്ന പതിയോട് ഇങ്ങനെ ചോദിച്ചു: ഏതു മഹാപാപിയാണ് എൻ്റെ മകനെ കൊന്നത്? അതിനു മാത്രം അവൻ എന്തു തെറ്റു ചെയ്തു? അങ്ങിത് കാണുന്നില്ലേ? എന്താണൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? അവർ വീണ്ടും വീണ്ടും പൊട്ടിക്കരയുകയാണ്. അപ്പോഴാണ് തനിക്ക് പറ്റിയ തെറ്റ് മഹാദേവന് മനസ്സിലാകുന്നത്. ദുഃഖാകുലനായ ഭഗവാൻ ദേവിയോട് നടന്ന സംഭവം മുഴുവനും വിവരിച്ചു. അത് കേട്ടപ്പോൾ ദേവി ഭർത്താവിനെ കുറ്റപ്പെടുത്തി. അങ്ങയുടെ കോപം എന്തെല്ലാം വിനകളാണ് വരുത്തി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മകൻ്റെ ജീവനും അപഹരിച്ചിരിക്കുന്നു. അങ്ങ് ചെയ്തത് മഹാപാപമല്ലേ? അമ്മയായ ഞാനിത് എങ്ങനെ സഹിക്കും? എനിക്കെൻ്റെ മകനെ തിരിച്ചു കിട്ടിയേ മതിയാകൂ. പാർവതിയുടെ ഈ വിധത്തിലുള്ള കരച്ചിൽ കേട്ട് നിർവികാരനായി നിന്ന രുദ്രൻ പശ്ചാത്താപ ഭാരത്താൽ അവിടെ നിന്നും ഇറങ്ങി നടന്നു. തൻ്റെ മകനെ കൊന്ന കുറ്റബോധത്തോടെ കാടായ കാട് മുഴുവൻ അലഞ്ഞു. അപ്പോഴതാ വടക്കോട്ട് തലവെച്ചുറങ്ങുന്ന ഒരു ഗജത്തെ കാണുവാൻ ഇടയായി. ഭഗവാൻ മറ്റൊന്നും ആലോചിച്ചില്ല. ഉടൻ തന്നെ അതിൻ്റെ തല വെട്ടിയെടുത്തു കൊണ്ടുവന്ന് അതിനെ ഗണപതിയുടെ ഉടലോടുകൂടി ചേർത്ത് വെച്ചു. അതോടെ ഗണപതിക്ക് ജീവൻ തിരിച്ചു കിട്ടി. അന്നു മുതൽ ഗണപതി ഗജമുഖനായി തീർന്നു. ഹരേ കൃഷ്ണ. ഇപ്രകാരമാണ് ശിവപുരാണത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. മറ്റൊരു കഥ കൂടി പ്രചാരത്തിലുണ്ട്. അത് ഇങ്ങനെയാണ്: ഒരിക്കൽ ശ്രീ പാർവതി ഗണേശന് ശനി വിഗ്രഹത്തെ കാണിച്ചു കൊടുക്കുന്നു. ശനിയുടെ ദൃഷ്ടിപാതത്താൽ ഗണപതിയുടെ തല കരിഞ്ഞുപോയത്രേ. ദുഃഖിതയായ പാർവതി ശിവനോട് കരഞ്ഞപേക്ഷിക്കുന്നു. അപ്പോൾ ശിവൻ ഒരു ആനത്തല വെച്ച് ഗണപതിയെ രക്ഷിച്ചു എന്നും പറയപ്പെടുന്നു. ഇങ്ങനെയൊരു കഥ കൂടി പ്രചാരത്തിലുണ്ട്.
ഇങ്ങനെയാണ് ഭഗവാൻ ഗണപതി ഗജമുഖനായത്. അതീവ ബുദ്ധിശാലിയാണ് വിഘ്നേശ്വരൻ. അദ്ദേഹമാണ് മഹാഭാരതം എഴുതിയത്. വ്യാസഭഗവാൻ രചിച്ചു മഹാഭാരതം. അതിനുശേഷം വ്യാസഭഗവാൻ ഇതാരോടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കണം, അതിനാരാണ് യോഗ്യൻ എന്ന് അന്വേഷിച്ചു നടക്കുന്നതിനിടയിൽ നാരദ മഹർഷിയെ കാണുകയുണ്ടായി. എന്നിട്ട് നാരദരോട് പറയുകയാണ്, മഹാഭാരതം എന്ന ഒരു മഹാകാവ്യം എൻ്റെ മനസ്സിലുണ്ട്. അത് തെറ്റാതെ എഴുതുവാൻ കഴിയുന്ന ആരാണ് ഉള്ളത്? ഞാൻ ചൊല്ലിക്കൊടുക്കും. അത് എഴുതണം, നിർത്താതെ എഴുതണം. അതുമാത്രം പോരാ, ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം ഗ്രഹിച്ച് നിർത്താതെ എഴുതണം. അതിന് കഴിവുള്ള ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നാരദ മഹർഷി വിഘ്നേശ്വരൻ്റെ പേരാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ വ്യാസൻ രചിച്ച മഹാഭാരതം എഴുതിയത് ഗണപതിയാണ്. അത്രത്തോളം ബുദ്ധിശാലിയാണ് വിഘ്നേശ്വരൻ. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായും വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം. അത് അവരുടെ ബുദ്ധിശക്തിയെ ഉണർത്തും. പഠിക്കുന്ന കുട്ടികൾ നിത്യവും വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുകയും ഭഗവാന് യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി നമ്മൾ ഭജിച്ചുകൊണ്ടിരുന്നാൽ അവരുടെ ബുദ്ധിശക്തി ഉണരും, അവരുടെ മടി മാറും, തടസ്സങ്ങളെല്ലാം മാറി വിദ്യയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അക്കാര്യം പ്രത്യേകമായി ഓർക്കുക. ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മടി, തടസ്സങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാവുന്നതാണ്. വിദ്യാകാരകൻ തന്നെയാണ് മഹാഗണപതി. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.